കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 7ാം ദിവസവും ഫലം കണ്ടില്ല. ഗൗതം കൃഷ്ണയുടെ അമ്മ രേഷ്മ നീണ്ടകരയിലെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നാളെ രാവിലെ മുതൽ വിദഗ്ധ സംഘം തെരച്ചിൽ നടത്തുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഏഴ് ദിവസം മുമ്പാണ് മത്സ്യബന്ധനത്തിന് പോയ രാജീവിന്റെയും രാധാകൃഷ്ണന്റെയും ഗൗതത്തിന്റെയും ബോട്ട് അപകടത്തിൽപ്പെടുന്നത്. മുത്തച്ഛൻ രാജീവിന്റെയും പിതാവ് രാധാകൃഷ്ണന്റെയും മൃതദേഹം ലഭിച്ചെങ്കിലും ഗൗതത്തെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 7 ദിവസവും കടലിലെ വിവിധയിടങ്ങളിൽ തിരച്ചിൽ മറൈൻ പോലീസ് നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് ഇന്ന് ഉച്ചയോടെ ഗൗതത്തിന്റെ അമ്മ രേഷ്മ നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. പോലീസും ഫിഷറീസ് ഉദ്യോഗസ്ഥരും ആദ്യം രേഷ്മയുമായി നടത്തിയ ചർച്ചയിൽ ഫലം കണ്ടില്ല. തിരച്ചിൽ നടത്തുന്നതിൽ കുടുംബം ആവശ്യമുന്നയിക്കാൻ വൈകിയെന്ന ഉദ്യോഗസ്ഥയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അമ്മ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാനിവിടെ തുടരും. ഇവിടുന്ന് നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നവർക്ക് പോകാനും പറ്റത്തില്ല, ഞാൻ വിടത്തില്ല. എൻ്റെ തീരുമാനം ഉറച്ചതാ, എൻ്റെ നിലപാടുകൾ ഉറച്ചതാ. കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെ തുടർന്ന് രേഷ്മയ്ക്ക് പിന്തുണയുമായി CITUവും രംഗത്ത് വന്നു. ഞങ്ങളിൽ ഒന്നിനെ കാണാതായിട്ട് തിരച്ചിൽ നടത്താത്ത അധികാരികളെ ഒത്തുകളിച്ചോ സൂക്ഷിച്ചോ. പിന്നാലെ വീണ്ടും ഉദ്യോഗസ്ഥർ രേഷ്മയുമായി ചർച്ച നടത്തി. നാളെ രാവിലെ മുതൽ വിദഗ്ധ സംഘം തിരച്ചിൽ നടത്തുമെന്ന ഉറപ്പിന്മേൽ രേഷ്മ പ്രതിഷേധം അവസാനിപ്പിച്ചു. ഉദ്യോഗസ്ഥർ നൽകിയ ഉറപ്പ് മുഖവിലക്കെടുത്താണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് രേഷ്മ വ്യക്തമാക്കി. 6:30 അന്വേഷണം ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോദിച്ചിട്ടുള്ള ഫോഴ്സിനൊക്കെ അവർ തരാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രതീക്ഷിക്കുന്നു. ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചു. അതെ. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് CITUവിന്റെ തീരുമാനം. ബിഗ് TV കൊല്ലം.